ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2 പുതിയ കാർ വാങ്ങാനായിട്ട് ധനവകുപ്പ് 1,10,00,000 രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന ഒരു കണക്ക് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അപ്പോ ഏകദേശം 3 വർഷത്തിന്റെ ചുറ്റുവട്ടത്തിലാണ് അദ്ദേഹം 50 ലക്ഷത്തിന്റെ അടുത്ത് ഉള്ള വിലയുള്ള 2 കാറുകൾ വാങ്ങിച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ഏതാണ്ട് 3 വർഷം 3 വർഷത്തിന് അതായത് ഇത്തിരി 1 വർഷം 3 വർഷം കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ 3 വർഷം ആകാൻ പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ്. എന്നിട്ട് ഇത്ര വേഗം വീണ്ടും അതുപോലെ വിലയുള്ള, ഒരു പക്ഷെ അതിനേക്കാൾ ഇത്തിരി കൂടി വിലയുള്ളത്, അതുകൊണ്ടാണല്ലോ 1,10,00,000 രൂപ 2 കാറുകൾക്ക് വേണ്ടി അലവ് ചെയ്തിരിക്കുന്നു, മാറ്റിവെച്ചിരിക്കുന്നു, അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ ജെയിംസ് ഓട്ടിസൺ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജെയിംസ് ഓട്ടിസൺ ഈ അടുത്ത കാലത്ത് 2021 പബ്ലിഷ് ചെയ്ത ഒരു ഗ്രന്ഥം, ഞാനത് ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും എനിക്കത് ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു മുഖമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ലോക രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പഠിച്ച് അതായത് രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നവർ ഏത് തരത്തിൽ പെരുമാറുന്നു, അവരെ കയറ്റി ആ സ്ഥലത്തേക്ക്, ആ നേതൃത്വത്തിലേക്ക് അവരെ കയറ്റി, വോട്ട് ചെയ്ത് കയറ്റി അയച്ച ജനത്തെ മറന്ന് എങ്ങനെ പെരുമാറുന്നു എന്ന് കൃത്യമായി പഠിച്ചെഴുതിയ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വായിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്ര ചൂടോടുകൂടി, ഇത്ര രോഷത്തോടുകൂടി അതിവിടെ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് 7 Deadly Economic Sins, അതായത് 7 മാരക സാമ്പത്തിക പാപങ്ങൾ. ഏതൊക്കെയാണ് ഈ 7 മാരക സാമ്പത്തിക പാപങ്ങൾ? ഒന്നാമത്തേത് പ്രൈഡ്, അഹങ്കാരം. രണ്ടാമത്തേത് ഗ്രീഡ്, ആർത്തി. മൂന്നാമത്തേത് ലസ്റ്റ്, കാമം. നാലാമത്തേത് എൻവി, അസൂയ. അഞ്ചാമത്തേത് ഗ്ലുട്ടണി, അത്യാർത്തി. ആറാമത്തേത് റാത്ത്, ഉഗ്രകോപം, കടക്ക് പടിക്ക് പുറത്ത് എന്ന് പറയുന്ന തരത്തിലുള്ള ആരോട് പറഞ്ഞു. ഞാനിവിടെ വീണ്ടും അത് എടുത്തു പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും ആരോടാണ് കടക്ക് പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞത് എന്ന്. അതുപോലെ തന്നെ അവസാനത്തത് സ്ലോത്ത്, അതായത് ഇഷ്ടം പോലെ ഞാൻ വെട്ടിപ്പിടിച്ചു. അലസത, അതാണ് സ്ലോത്തിന്റെ അർത്ഥം. അതായത് ഇഷ്ടം പോലെ വെട്ടിപ്പിടിച്ചു, ഇനിയിപ്പൊ എനിക്ക് എന്തിനാന്നുള്ള മട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത്, ഈ വലിയ പദവിയിലെത്തി, ഇനിയിപ്പൊ ഞാൻ എന്തിനാ കഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ്, അലസമായ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ അത് ഒന്നോടെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കുറിച്ചു വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ ഒക്കെ സ്വഭാവത്തില് ഇതിന്റെ കണികകൾ എത്രയുണ്ടെന്ന്. എല്ലാ തിന്മകളും എല്ലാവരിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് അങ്ങേയറ്റം രൂക്ഷമായിട്ട് കാണുന്ന പല മുഖങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരും. എന്തൊക്കെയാണ് അപ്പൊ ജെയിംസ് ഓട്ടിസൺ പറയുന്നത്? പ്രൈഡ്, ഗ്രീഡ്, ലസ്റ്റ്, എൻവി, ഗ്ലൂട്ടണി, റാത്ത് ആൻഡ് സ്ലോത്ത്. ഇതാണ് 7 മാരക പാപങ്ങൾ. അപ്പൊ ഈ മാരക പാപങ്ങളിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി അങ്ങനെ ഓർത്താല് അതിന് തക്കതായ കാരണങ്ങളും കൂടി ഉണ്ട്. അതാണ് ഇപ്പൊ 3 വർഷമായ കാറ് മാറ്റി വേറെ 2 കാറ് മേടിക്കാൻ പോകുന്നു എന്ന് പറയാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊക്കെ ഈ ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം എന്ന് പറഞ്ഞാൽ ഏത് പണമാണ്? നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പൈസയെന്ന് ഓരോ ഉൽപ്പന്നം വാങ്ങുമ്പോഴും ആ ഉൽപ്പന്നത്തിനൊക്കെ നികുതി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത്തിരി വരുമാനം കൂടുതലുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വരുമാനമുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ നികുതി എടുത്തോണ്ട് പോവുകയാണ് സർക്കാർ. അങ്ങനെ നികുതി കൊണ്ടുപോയിക്കോട്ടെ, സർക്കാരിന് ചെലവുകളുണ്ട്, പക്ഷെ ചെലവുകൾ ജനസേവനത്തിനുള്ള കാരണങ്ങളായിരിക്കണം, അതല്ലാതെ ദൂർത്തിന് ഉള്ള കാരണങ്ങളാക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ദൂർത്താണെന്ന് എനിക്ക് തോന്നാൻ കാരണം, ഇന്ത്യയിൽ ഒരു വണ്ടി പൊളിക്കൽ നയമുണ്ട്. സ്ക്രാപ്പേജ് പോളിസി എന്നാണ് അതിന് പറയുന്നത്. ആ സ്ക്രാപ്പേജ് പോളിസി 2022 ബജറ്റിലാണ് നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നത്. എന്താണ് ആ സ്ക്രാപ്പേജ് പോളിസിയിൽ പറയുന്നത്? കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ അത് പരിശോധനയ്ക്ക് എത്തിക്കണം.
അത് പരിശോധനയ്ക്ക് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് 15 വർഷം എന്ന് പറയാൻ കാരണം അത് വളരെയധികം ഉപയോഗിക്കുന്നതാണ്, അതായത് കഠിനമായിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് 15 വർഷങ്ങൾക്ക് ശേഷം പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് ആ പരിശോധനയിൽ പക്ക ആണെങ്കിൽ റീ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് കുറച്ചു കാലം കൂടി, അതായത് അത് പക്ക ആയിരിക്കുന്നിടത്തോളം നാള് പിന്നെ അനുവദനീയമായ രീതിയിൽ അത് ഉപയോഗിക്കാം. ഇനി പേഴ്സണൽ വെഹിക്കിൾസ് ആണെങ്കിലോ കാറ് പോലെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, 20 വർഷം വരെ ഉപയോഗിക്കാം. 20 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പേജിന് കൊടുക്കണം. ഇനി സ്ക്രാപ്പേജിന് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ച വളരെയധികം മൈലേജ് ഒന്നും ഓടാത്ത തരത്തിലുള്ള വണ്ടിയാണ് എങ്കിൽ അതും ഇതുപോലെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആക്കി പക്ക ആണ് ആ വണ്ടി എന്ന് കണ്ടാൽ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ അടച്ച്, അപ്പോഴും ഗവൺമെന്റിലേക്ക് രജിസ്ട്രേഷൻ ഫീ ചെല്ലുന്നുണ്ട് കേട്ടോ, രജിസ്ട്രേഷൻ ഫീ ഒക്കെ അടച്ച് അതിനെ പരിധിക്കകത്ത് ഉപയോഗിക്കാം. അതായത് ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ആ പരിശോധന ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പരിധിക്ക്, അത് ഗവൺമെന്റിൻ്റെതാണ്. ഈ പൊളിക്കൽ, അതായത് സ്ക്രാപ്പേജ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന തീരുമാന പ്രകാരം വീണ്ടും ഉപയോഗിക്കാം കുറച്ചു നാളും കൂടി. അപ്പൊ 15 20 വർഷമൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്ന വാഹനങ്ങളാണ് 3 വർഷം കഴിഞ്ഞപ്പോൾ അത് വില കുറഞ്ഞതുമല്ല, നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കിയ പോലെയൊക്കെയുള്ള വെഹിക്കിൾസ് ആണ്. എന്നേക്കാൾ കൂടുതൽ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന അകമ്പടി വാഹനങ്ങളുമായിട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ കാണുന്നവരായിരിക്കും എന്റെ പല സുഹൃത്തുക്കളും. അപ്പൊ അങ്ങനെയുള്ള 2 വെഹിക്കിൾ, 3 വർഷം മാത്രം പ്രായമായ 2 വെഹിക്കിൾ, കുട്ടി പ്രായമല്ലേ, ഈ കുട്ടി പ്രായത്തിലെ ഈ കാറുകളെ കൊണ്ടുവന്ന് അത് കൊടുക്കുന്നത് അതുപോലെ, അതായത് മുഖ്യനല്ലെങ്കിലും മുഖ്യന്റെ തലപ്പൊക്കമുള്ള, മുഖ്യന്റെ ആഠ്യത്വമുള്ള പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്കായിരിക്കും അത് കൈമാറുന്നത് കേട്ടോ. അവരിനി ഒരു 3 വർഷം ഉപയോഗിച്ചിട്ട് അവരുടെ ചേർന്ന് നിൽക്കുന്നവർക്ക് വീണ്ടും കൈമാറുമായിരിക്കാം. അങ്ങനെ 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 അതങ്ങ് പോകും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണെങ്കിലും ഇതിലെ ന്യായാന്യായങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് നാം ഭരണത്തിലേക്ക് കയറ്റുന്ന നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ വോട്ട് കൊണ്ട് ഭരണത്തിലേറിയ മുഖ്യമന്ത്രി ക്ഷേമമായിരിക്കണം. അദ്ദേഹം ഭരണത്തിലേറിയ ആദ്യത്തെ അദ്ദേഹം സ്വയറിംഗ് ഇൻ സെറിമണിയുടെ അന്ന് പറഞ്ഞ കാര്യം കാര്യക്ഷമതയ്ക്കാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത് എന്നാണ്. പക്ഷെ ആ കാര്യക്ഷമത കുത്തഴിഞ്ഞ് വീടിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിലും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കണം. അപ്പോ ആ പാട്ട് കേൾക്കും കേട്ടോ. ആരാണ് ശോണിതവും അണിഞ്ഞ് ധരണിയിൽ വീണ് കിടക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഞാൻ അതൊന്നോടെ പാടണോ? വേണ്ട. അപ്പം ഇതാണ് വീടിത, അതായത് ഇവിടുത്തെ ആകെപ്പാടെ ഈ നമ്മുടെ സമ്പദ്ഘടന ധന പ്രതിസന്ധിയിലാണ്. അങ്ങനെ ധനപ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമ്പദ്ഘടന കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരാതിരിക്കുന്നുണ്ട്. കേന്ദ്രത്തെ ഞാൻ അയ്യോ കേന്ദ്രം എല്ലാം തരുന്നുണ്ട് എന്ന് പറയുന്നില്ല, കേന്ദ്രം തരാതിരിക്കുന്നുണ്ട്. പക്ഷേ തരാതിരിക്കുന്നതിന് കാരണമുണ്ട്. കേന്ദ്രത്തിന്റെ സ്ഥാനത്ത്, കേന്ദ്രത്തിന്റെ ഭാഗത്ത് എന്താണ് കാരണം? കൊടുക്കുന്ന പൈസ ചെലവഴിച്ച് ആ കണക്കുകൾ CAG ഇവിടെ നിന്ന് ഇന്റേണൽ ഓഡിറ്റ്, ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗ് വകുപ്പ് തന്നെ ഓഡിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ CAGയും ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തണം. എത്തിയാൽ മാത്രമേ പിന്നെ തരാനുള്ളത് കേന്ദ്രം തരൂ. അങ്ങനെ സംസ്ഥാനം ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്രം തരാത്തത്. അവരുടെ ഭാഗത്ത് അതായത് താമസമൊക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ പോലും ഇതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കാര്യക്ഷമതയോടുകൂടി വാങ്ങിക്കാനുള്ള ഇപ്പൊ നെല്ലിന്റെ സംഭരണമൊക്കെ നമുക്കറിയാം. 2018 വരെയുള്ള സംഭരണ വിലയൊക്കെ കേന്ദ്രത്തിന് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കുറേശ്ശെ കൊടുത്ത് ഇപ്പോഴും കൊടുത്തു തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ കർഷകർ കണ്ണീരിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അതായത് ധനപ്രതിസന്ധി, ആ ധനപ്രതിസന്ധിയുടെ ഇടയ്ക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് ഇഷ്ടം പോലെ വോട്ട് വാങ്ങി വീണ്ടും ഭരണത്തിൽ വരണം, വീണ്ടും ഭൂരിപക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരുടെ കരങ്ങളിലായിരിക്കണം എന്ന് വിചാരിച്ച് 10,000 കോടിയുടെ ക്ഷേമ വാഗ്ദാനങ്ങളാണ് ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് ഏതാനും ദിവസം മുൻപ് ചെയ്തത്. സുപ്രീം കോടതി പോലും ഫെബ്രുവരിയിൽ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ്, അങ്ങനെ സഹായങ്ങൾ കൊടുത്ത്, അതായത് ഫ്രീ ബീസ് കൊടുത്ത് ഭരണത്തിലെത്തരുത്. ഭരണത്തിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഫ്രീ ബീസ്, അതായത് ഇപ്പൊ
10,000 കോടി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുമെന്നും പറഞ്ഞ് ഈ ആദ്യത്തെ ഗഡു, രണ്ടാമത്തെ ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇത് കഴിയുന്നവരെയുള്ള എല്ലാം കൊടുക്കും, കൃത്യമായിട്ട് കൊടുക്കും. കാരണം വോട്ട് കിട്ടണം, വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഈ ഡിക്ലറേഷൻ നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരാനിരിക്കുന്ന കുറെ മാസങ്ങളിലേക്ക് ഒന്നുമില്ല. അതായിരിക്കും അവസ്ഥ. നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5-6 മാസമൊക്കെ പെൻഷൻ കുടിശ്ശികയായതിനു ശേഷമാണ് കരഞ്ഞു പിടിച്ച് കുറേശ്ശെ കൊടുത്തു തുടങ്ങിയത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് പിന്നെ ഈ 3 വർഷം കഴിഞ്ഞ് കാറ് മാറ്റി വേറെ 1,10,00,000 രൂപയ്ക്ക് കാറ് വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ സാധാരണ രീതിയിൽ അപ്പൊ നമ്മൾ ഓർക്കണം, ഇങ്ങനെ കാറ് വാങ്ങി സുഖമായിട്ട്, അതായത് വളരെ ലക്ഷറിയസ് ആയിട്ട് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്താണ് തിരുനെല്ലി, വയനാട് ജില്ലയില് തിരുനെല്ലിയില് ഒരു ട്രൈബൽ ഗേൾസിന് വേണ്ടിയുള്ള ഒരു ട്രൈബൽ പബ്ലിക് സ്കൂളില് 3 മുറികളിലായിട്ട് 129 പെൺകുട്ടികളാണ് കഴിയുന്നത്. അവർക്ക് ആകെ ഉള്ളത് ഒറ്റ ശുചിമുറി. അതും ഈ നാട്ടിലാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കണം. അപ്പൊ ഇങ്ങനെ കഷ്ടതകൾ അതുപോലെ SC/ST കുട്ടികൾക്ക് ഈ ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ ഗ്രാന്റ്. അത് കിട്ടാത്തത് കൊണ്ട് സ്കൂള് അടച്ചുപൂട്ടി വീട്ടിൽ പോയി പട്ടിണിയായിരിക്കും കേട്ടോ കിടക്കുന്നത്, ഇരിക്കുന്നു എന്ന് പറയണ്ട. അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥകളുള്ള അതായത് അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പം 3 ചീഫ് സെക്രട്ടറിക്ക്, ധനവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, അതുപോലെ റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഹൈക്കോടതിയിൽ നിന്ന് കോടതി അലക്ഷ്യത്തിനെതിരായിട്ടുള്ള നടപടി എടുത്തിരിക്കുക. എന്തിന്റെ പേരിലാണ്? ഭൂമി തരം മാറ്റി കൊടുക്കുന്നതിന് ഒരു ഫീസ് ഉണ്ട്. അങ്ങനെ ആ തരം മാറ്റലിലൂടെ കിട്ടിയ 2,000 കോടി രൂപയ്ക്കടുത്ത് അത് കാർഷിക മേഖലയ്ക്ക് തന്നെ ചെലവഴിക്കണമെന്ന് നിർബന്ധമുള്ള ഫണ്ടാണ്. ആ ഫണ്ട് കാർഷിക മേഖലയെ കാണിച്ചതേയില്ല. ആ ഫണ്ട് മുഴുവനും വകമാറ്റി ചെലവഴിച്ചു. എൻ്റെ കേരളം, കേരളീയം, നവകേരള സദസ്, ഇങ്ങനെ എന്തെല്ലാം കിടക്കുന്നു. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് അല്ലാതെ കാർഷിക മേഖലയിൽ ഓർമ്മിക്കണം, കാസർഗോഡ് മുതൽ ഒരു സമരവുമായിട്ട് വന്യമൃഗ മനുഷ്യ സംഘർഷം, അതിന് പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞ് കർഷകരുടെ കണ്ണീരുമായിട്ട് ഒരു കൂട്ടം മനുഷ്യര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വന്ന് സമരം ചെയ്തു. എനിക്ക് തോന്നുന്നു അവരുടെ നിരാഹാര സമരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കലിന് വേണ്ടി വന്നിരുന്ന 2,000 കോടിയോളം ഉള്ള രൂപ വകമാറ്റി ചെലവഴിച്ചത്. ഇതുപോലെ ഉള്ള ഒരു സംസ്ഥാനം, അതായത് ഒരിടത്തും ആ ധനപ്രതിസന്ധി അത്ര രൂക്ഷമായിരിക്കെയാണ് അനാവശ്യം ഇതൊക്കെ എന്ന് വെച്ചാൽ ലക്ഷറി ഒന്നും അല്ല പറയാ, ഇതിനൊക്കെ എന്താ പേരിട്ട് വിളിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് ജനം ചോദിക്കണം. ജനത്തിന്റെ കയ്യിലാണ് ഇപ്പോ തുറുപ്പു ചീട്ട്. നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു? അതായത് ഒരു ചൊല്ലുണ്ട്, ഒരു ആപ്തവാക്യമുണ്ടല്ലോ, ഒരു ജനത്തിന് അവർ അർഹിക്കുന്ന ഗവൺമെന്റിനെ കിട്ടുന്നു എന്നാണ് ആ ചൊല്ല്. ഒരു ജനത്തിന് അവർ അർഹിക്കുന്ന ഗവൺമെന്റിനെ കിട്ടുന്നു. അപ്പൊ നമ്മൾ മര്യാദയ്ക്ക് ഉള്ളവരാണെങ്കിൽ, മര്യാദയ്ക്ക് ചിന്തിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ സഹജീവികളും നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കേ വോട്ട് കൊടുക്കുകയുള്ളൂ. അത് തദ്ദേശ സ്വയംഭരണമാകട്ടെ, അസംബ്ലി ആകട്ടെ, പാർലമെന്റ് ആകട്ടെ. അങ്ങനെ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തലപ്പത്തേക്ക് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയി വരുന്ന മനുഷ്യർക്കും ഈ പറയപ്പെട്ട നീതിസാര പാഠങ്ങൾ ഉള്ളിൽ കാണും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ വോട്ടിംഗ് പവർ, അതാണ് നമുക്ക് ഡെമോക്രസിയെ ഒന്ന് കറക്കി നയിക്കാനുള്ള ഒരു പവർ. ആ പവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിലും, അതല്ല അസംബ്ലിയിലേക്കാണെങ്കിലും, ലോകസഭയിലേക്കാണെങ്കിലും അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം.